ആത്മാവ് നമ്മോട് സംസാരിക്കും. बाइबल की इतिहास हमें ये बात चेतावनी देता है, तो हम तैयारी के साथ मसीह की ओर आएगा तो मसीह हमारे ओर बातचीत करने का तैयारी है. ഈ ആഴ്ചയെ കുറിച്ച് നാമധേയ കൂട്ടങ്ങളിൽ ഇങ്ങനെയാ ദുഃഖവാരം എന്നാണ് അറിയപ്പെടുന്നത്. ये सप्ताह के बारे में नामधारी कलीसिया वालों ने ऐसी दुख भरी सप्ताह मनाते हैं. എന്ന് പറഞ്ഞാല് അവർ ഞായറാഴ്ച ഹോശനെ ആഘോഷിച്ചു. അടുത്തിനി വരുന്ന വെള്ളിയാഴ്ച മുതൽ യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലായിരിക്കും. और बीते संडे की दिन, इतवार की दिन होशन्ना पर्व मनाया. अभी शुक्रवार के दिन यीशु मसीह की क्रूशारोहण के बारे में मनाते हैं. പ്രൈസ് ലോർഡ്. അവരിങ്ങനെ ചെയ്യുന്നത് ഒന്ന് നോക്കിയാൽ ജാതികളുടെ മുമ്പാകെ യേശുവിനെ ക്രൂശിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. और आजकल दिनों में हम देखेगा तो अन्य पराया देवी देवता को मानने वाले पराया लोगों का बीच में हमारा मसीह की इतिहास को बताने के लिए वो काम कार्य उपयोग करते हैं. എന്നാൽ അത് എത്രത്തോളമാണ് അവർ ഹൃദയം കൊണ്ട് അത് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. जितना तक हृदय की गहराई से किया है करता है हमको पता नहीं है. എന്നാൽ നമുക്ക് അതൊരു സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും വിടുതലിന്റെ ദിവസമായി കർത്താവ് നൽകിയിരിക്കുന്നു. हमारे जिंदगी में उद्धार की और रक्षा की और आनंद की दिन काम कार्य से वो बात पाया जाता है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. विश्वासी यीशु मसीह को ग्रहण किए हुए विश्वासी गण ऐसे प्रकार मनाते हैं. ये बात है हमारा मसीह एक ही बार जन्मा, एक ही बार मरा, एक ही बार जीव उठा, एक ही बार स्वर्गारोहण किया, एक ही बार वापस आने वाले हैं. നമ്മുടെ യേശു എല്ലാ വർഷവും മരിക്കുന്നില്ല, പക്ഷേ എല്ലാ ദിവസവും നമ്മളത് ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. हर साल पर मसीह मरता नहीं, फिर हम दिनम प्रति जो बात स्मरण रखते हुए आगे जाना भला है. വർഷത്തിൽ ഒരിക്കൽ നമ്മൾ അത് ഓർക്കുക, വർഷത്തിൽ ഒരിക്കൽ അത് ആഘോഷിക്കുക, അങ്ങനെയല്ല. ദിനവും ആ യേശുവിന്റെ ക്രൂശീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. वर्ष की एक समय याद रखता है, मनाता है, उत्सव पर्व मनाता है, ऐसा नहीं. दिनम प्रति मसीह हमारे लिए मारा गया, गाड़ा गया, ये बात स्मरण रखना हमारा उचित विश्वास योग्य होता है. അങ്ങനെ ദിനവും യേശുവിനെ കുറിച്ച് ഓർക്കുകയും യേശുവിന്റെ വചനപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് പരിചയപ്പെടാം. ऐसा ही यीशु मसीह की सामर्थ्य शक्ति को पाया हुआ एक परिवार के बारे में आज सुबह की वक्त हम मनन करेंगे. ആ കുടുംബത്തെ കുറിച്ച് നമുക്ക് എല്ലാം വ്യക്തമായിട്ട് അറിയാം. वो परिवार के बारे में हमको जानकारी है. നമ്മൾ ഒത്തിരി പ്രാവശ്യം ആ കുടുംബത്തെ കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. बहुत सारे समय जो परिवार के बारे में मनन करता है, प्रार्थना करता है, जागते हैं. പലപ്പോഴും ഈ കുടുംബത്തെ കുറിച്ച് അധികം ശ്രദ്ധിക്കുന്നത് നമ്മള് ക്രിസ്മസിന്റെ സമയത്താണ്. जो परिवार के बारे में ज्यादा से ज्यादा याद स्मरण करता है और क्रिसमस की समय. എന്നാൽ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. और बीते दिन में परमेश्वर के दास के हृदय में एक ऐसी चिंता आया है, वो बात आपके साथ रखने के लिए मैं चाहता हूँ. ഞാൻ ആ ചിന്താ വിഷയം ഞങ്ങളുടെ ഹൗസ് മീറ്റിങ്ങിന്, ഞങ്ങളുടെ എല്ലാ ബുധനാഴ്ചയുള്ള ഹൗസ് മീറ്റിങ്ങിന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്ന ഒരു ചിന്തയാണ്. और बीते दिन में सप्ताह में एक बार ऐसा आम तौर पर घर की प्रार्थना रखता है. वो प्रार्थना में
प्रभु की आत्मा मुझे को याद दिलाया जो बात आपका साथ रखने के लिए मैं चाहता हूँ। ഞാനത് ഹൗസ് മേറ്റിങ്ങിന് പഠിപ്പിക്കുമ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി തീർന്നു. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. जो शाम की वक्त की प्रार्थना में हम वहां पर बताया जो वचन आपका साथ भी रखने के लिए मैं आग्रह रखता है। ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. लूका की सुसमाचार पहले अध्याय की 6वीं पद में से चंद बात हम देखेंगे। ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. और यहाँ पर यह परिवार के बारे में यहाँ पर दिया है, वे दोनों परमेश्वर के सामने धार्मिक है और प्रभु की सारी आज्ञाओं की विधियों पर निर्दोष चलने वाले थे। उनके कोई भी संतान ना थी क्योंकि एलिसबेत बांझा थी और वे दोनों बूढ़े थे। ആമേൻ. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഇവിടെ രണ്ടുപേരെയും ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്ത രണ്ടുപേരെ കുറിച്ചാണ് വായിക്കുന്നത്. जो यहाँ पर बताया हुआ दो व्यक्तियों को परमेश्वर की ओर से गवाह मिल गया है, जो व्यक्ति का बारे में यहाँ पर पाया जाता है। ആമേൻ. അവർക്ക് മനുഷ്യർ കൊടുത്തതായ ഒരു സാക്ഷ്യമല്ല, മനുഷ്യർ കൊടുത്തതായ ഒരു സർട്ടിഫിക്കറ്റ് അല്ല, ദൈവം കൊടുത്തതായ ആമേൻ ഒരു സർട്ടിഫിക്കറ്റ്. जो मनुष्य की तरफ ही मिला हुआ गवाही नहीं, ईश्वरीय गवाही मिल गया हुआ परिवार। ബൈബിളിൽ അങ്ങനെ ആമേൻ ചില വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയും. बाइबल के इतिहास में ऐसे प्रकार की कुछ लोगों के बारे में पढ़ने के लिए मनन करने के लिए ही है। ആമേൻ. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും മനുഷ്യർ സാക്ഷ്യം പറയുന്നത് നമുക്ക് ഒത്തിരി കേൾക്കാൻ കഴിയും. आजकल दिनों में दुनिया में संसार में मनुष्य गवाही देता है और मनुष्य की तरफ भी होता है। കാരണം ഒരു മനുഷ്യനെ കുറിച്ച് വേറൊരു മനുഷ്യൻ പറയുന്ന സാക്ഷ്യം അത് അധികം ദിവസം നിൽക്കത്തില്ല, അത് അല്പ ദിവസങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. एक व्यक्ति दूसरा व्यक्ति के बारे में तारीफ देता है, गवाह बताता है, थोड़ा सा दिन तक रहेंगे, उसके बाद में बुझ जाते हैं। ചില വ്യക്തികൾക്ക് മറ്റൊരു വ്യക്തി കൊടുക്കുന്ന ആ പുകഴ്ച അല്ലെങ്കിൽ ആദരവ് അത് ആ വ്യക്തിക്ക് ദോഷവുമായി തീർന്നതായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. और मनुष्य की तरफ से ऐसा तारीफ दिया है, गवाही दिया है, थोड़ा सा दिन तक रहा, उसके बाद में और अपराधी बन जाते हैं, वही भी हम पाया जाता है। എന്നാൽ ദൈവം ഒരു വ്യക്തിയെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യം അത് എന്നേക്കുമായി നിലനിൽക്കുന്നതാണ്. जो हम पाया जाता है, ईश्वर ने स्वर्गीय राज्य से कोई किसी को गवाह बनने के लिए अवसर दिया देता है और निरंतर बने रहते हैं। കാരണം ഈ വ്യക്തികളെ കുറിച്ച് പറയുന്നത് അവർ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. अभी हम पढ़ा है और लूका के सुसमाचार पहले अध्याय के 6वें पद में देखा, वे दोनों परमेश्वर के सामने धर्मी थे और प्रभु की सारी आज्ञाओं को विधियों पर निर्दोष चलने वाले थे। അത് ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി ജീവിച്ച ഒരു കുടുംബം. परमेश्वर के सामने और कुछ अपराध बिना रहते हुए परिवार। ഇവര് എത്ര വർഷം ജീവിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ ആമേൻ ചെറുപ്പകാലം മുതൽ യൗവനകാലത്തിലും വാർദ്ധക്യം വരെയും കുറ്റമില്ലാത്തവരായി ജീവിച്ചവരായിരുന്നു. ये दोनों के बारे में देखते हैं, बचपन से लेकर वो दोनों निर्दोषी चलने वाले थे। നോക്കി, ഇത്രയും വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെയും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അവർ കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു.
और बुढ़ापन के समय तक और परमेश्वर की ओर से उनको और गवाही की पत्र दी और निर्दोष चलने वाले थे। ദൈവം അവരെ കുറിച്ച് വീക്ഷിക്കുമ്പോൾ, അവരുടെ ചരിത്രം ദൈവം നോക്കുമ്പോൾ അവരിൽ കണ്ടുപിടിക്കുവാൻ ഒരു കുറ്റവുമില്ല. അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരാ. और परमेश्वर ने ये परिवार को देखा हुआ है समय कोई गड़बड़ कोई और ढाक कुंभत नहीं है और जिंदगी भरकर निर्दोष रहने वाले थे। നമ്മെ കുറിച്ച് ദൈവത്തിന്റെ സാക്ഷ്യം എന്തായിരിക്കും? हमारे ओर से परमेश्वर की गवाह क्या है? ഇവിടെ ഈ വ്യക്തികളെ കുറിച്ച് മനുഷ്യർ നോക്കുമ്പോൾ അനേക കുറ്റങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ये परिवारों को मनुष्य के तौर से देखेगा तो बहुत तेरा निर्दोष की बात इनकी ओर उठा सकते हैं। അവർക്ക് വിരോധമായി ഒത്തിരി കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിയും. उसके विरोध में कुറ്റാരോപിत करने के लिए कोई रास्ता मनुष्य की ओर है। കാരണം മനുഷ്യർ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുവാനാണ് ശ്രമിക്കുന്നത്. जो मनुष्य हर समय औरों की और अपराध और पाप के बारे में और देखने के लिए चल रहा है। എന്നാൽ ദൈവം ഒരു മനുഷ്യന്റെ കുറവുകളും കുറ്റങ്ങളും അല്ല നോക്കുന്നത്, അവന്റെ നന്മയെ കുറിച്ച് ദൈവം നോക്കുന്നത്. यहोवा परमेश्वर ने मनुष्य की ओर देखते हैं उसका अनुग्रहित जिंदगी और यहोवा के लिए परमेश्वर के लिए जो कुछ काम किया करते हैं और अच्छे अच्छे काम होवे तो वही मसीह देखते हैं। അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടത് കൊണ്ട്, നമ്മൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് ദൈവം നോക്കുന്നത് ആ ശുദ്ധീകരണത്തോടു കൂടെയാണ്. और यहोवा परमेश्वर नहीं यीशु मसीह हमारे ओर देखते हैं जो मसीह की लोहू छिड़का कर हमें पाप से मुक्ति देते हैं और शुद्ध पवित्र किया इसी कारण में। എന്നാൽ മനുഷ്യൻ നോക്കുന്നത്, ഈ ലോകപ്രകാരം നോക്കുമ്പോൾ അവന്റെ കണ്ണിൽ ഒത്തിരി കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ കഴിയും. सांसारिक लोग ने धार्मियों को देखते हैं अपराध दुख क्या चीज होते हैं वो देखते हैं। ഇവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി കുറ്റമില്ലാത്തവരായി നടക്കുമ്പോൾ മനുഷ്യന്റെ കണ്ണിൽ പെട്ടെന്ന് തെളിയുന്ന ചില കുറ്റങ്ങളുണ്ട്. और एक व्यक्ति मसीह की और अच्छा सुख सुखी सफलताई में जीने का समय कुछ आरोपित करने के लिए सांसारिक लोग है। പെട്ടെന്ന് അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുമ്പോൾ അവർക്ക് മക്കളില്ലായിരുന്നു. और उसका आगे पद में यही दिया गया है और उनके कोई भी संतान नहीं दी। അപ്പോ മക്കളില്ലെന്നുള്ളത് ഏറ്റവും വലിയൊരു കുറവായി ലോകം ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റമാണ്. संतान नहीं है तो एक बड़ा अपराधी बन जाते हैं। പ്രൈസ് ദി ലോർഡ്. കാരണം അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരാ, ദൈവവേല ചെയ്യുന്നവരാ, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ കുറവ് വശം എപ്പോഴും മനുഷ്യൻ അത് എടുത്തു കാണിക്കും. और मसीह की और मसीह के लिए अच्छा सेवकाई करने के लिए सेवक होकर नियुक्त किया, लेकिन संतान नहीं है तो बड़ा अपराध किए हुए काम के कारण है ये सोचते हैं। കാരണം ഇന്ന് ലോകം അതാണ് നോക്കുന്നത്, അവന്റെ ജീവിതത്തിൽ അത് ലഭിച്ചില്ല എങ്കിൽ എന്തോ വലിയൊരു അപരാധം അവൻ ചെയ്തിട്ടുണ്ട്. और आजकल दिनों में देखते हैं सांसारिक लोग ने यही देखते हैं संतान नहीं है तो बड़ा अपराधी बन जाते हैं। അവൻ പ്രാർത്ഥിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ലഭിച്ചില്ല എങ്കിൽ അവൻ ദൈവസന്നിധിയിൽ കുറ്റക്കാരനെന്ന് മനുഷ്യൻ ആരോപിക്കും. और मसीह की सेवकाई में है उनका प्रार्थना के जवाब मिलने के लिए एक संतान नहीं है तो और बड़ा अपराधी बन जाते हैं ये लोग देखते हैं। കാരണം നമ്മളായാലും പറയും അവൻ ദൈവസന്നിധിയിൽ നീതിയുള്ളവനാ, പക്ഷേ അവന്റെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുണ്ട്. हमारा मन में भी यही लगते हैं धार्मिक है, धार्मिकता के लिए है,
फिर भी उनका संतान नहीं है, तो कुछ अपराध उनमें चुप रहा है। ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മനുഷ്യൻ എപ്പോഴും പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു കാര്യമായിരിക്കും, അവൻ നല്ലവനാ, പക്ഷേ അവന്റെ ജീവിതത്തിൽ എന്തോ കുറവുണ്ട്. और लोग ने ऐसे बताता है वो अच्छे परिवार है, अच्छे सफल जीवन है, लेकिन संतान नहीं है, इसी कारण में कुछ कमी कटी उन्हीं में है। കാരണം ഇവർ ക്രമപ്രകാരം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തു വരുന്ന ഒരു കുടുംബമാണ്. और परंपरागत में क्रमानुसार परमेश्वर की सेवकाई में सेवकाई करने वाला एक परिवार है। അങ്ങനെ തലമുറയായിട്ട് ചെയ്തു കൊണ്ടുവന്ന ഈ കുടുംബത്തിന് മാത്രം എന്തുകൊണ്ട് ഈ നന്മ ലഭിച്ചില്ല എന്ന് വലിയൊരു ചോദ്യം അവിടെയുണ്ട്. ये परिवार में परमेश्वर के लिए इतनी अच्छा सेवकाई करते हैं, जो सेवक है क्यों संतान नहीं है, एक सवाल वहां पर लोग पूछताछ करते हैं। ആമേൻ. അതിന്റെ കാരണം ആ കുടുംബത്തിന് മറുപടിയില്ല, അവരെ ചുറ്റി നിൽക്കുന്ന ആർക്കും അതിന് മറുപടിയില്ല. जो उनको यो सवाल को जवाब देने के लिए वो परिवार को नहीं, और आजू बाजू में रहने वाले उनके खानदानों को भी और इसका जवाब दे नहीं सकते हैं। എന്നാൽ ഈ ശുശ്രൂഷകനെയും കുടുംബത്തെയും എപ്പോഴും മനുഷ്യൻ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് കാണുന്നത്. ये परिवार सभी को एक सवाल की और सवाल में रुकता है उनको। എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ മനുഷ്യൻ നമ്മെ ഇങ്ങനെയാണ് നോക്കുന്നത്. प्यारो, आजकल दिनों में लोग देखते हैं सांसारिक बात काम कार्य है, लोग हमारे और भी ये सवाल पूछने वाले हैं। കാരണം ആമേൻ, അവരെല്ലാം ചെയ്യുന്നു, അവരുടെ ശുശ്രൂഷയെല്ലാം നിറപടിയായി നടക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷെ അവർക്ക് എന്തുകൊണ്ട് അത് ലഭിച്ചില്ല? जो लोग पूछताछ करते हैं वो लोग औरों के लिए प्रार्थना करते हैं, बहुत भयभक्ति से जाते हैं, लेकिन उनका प्रार्थना में उन्हीं के लिए सफलता क्यों नहीं होता है? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചാലും സ്വന്തം ജീവിതത്തിൽ അത് ലഭിച്ചില്ല എങ്കിൽ അവിടെ വലിയൊരു ചോദ്യം കടന്നു വരും. वो लोगों के लिए प्रार्थना करते हैं, उन्हीं को जवाब मिलता है, लेकिन इनका प्रार्थना में इन्हीं का घर में क्यों नहीं जवाब नहीं होता है? പക്ഷെ ഈ കുടുംബത്തെ കുറിച്ച് ദൈവം പറയുന്നത്, രണ്ടുപേരും, അവർ ഇരുവരും ദൈവസന്നിധിയിൽ ഒരുപോലെ മുന്നോട്ട് പോയവരായിരുന്നു. ये परिवार के बारे में यहाँ पर बाइबल बताते हैं, ये दोनों दो व्यक्ति पति पत्नी दोनों एक मन से एक स्वभाव के साथ आगे बढ़ने वाले हैं। അബ്രഹാമിന്റെ ജീവിതം ചിന്തിക്കുമ്പോൾ അവിടെയും സാറായി ചില വിഷയങ്ങൾ അവിടെ പറയുകയും ചില കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. इब्राहिम के बारे में भी पाया जाता है उनका परिवार के जीवन में, सारा के बारे इब्राहिम के बारे में भी कुछ सवाल वहां पर उठ गई है। ആ സാറ ചില ക്രിയകൾ ചെയ്ത് അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം. सारा ने यहोवा परमेश्वर की बातों को बुझाकर अपने बातों को आगे लाने के लिए कुछ कार्य किया है, वहां पर पाया जाता है। അതിന്റെ കാരണം സാറ പറഞ്ഞത്, നിന്നോടാണ് അബ്രഹാമെ, നിന്നോടാണ് ദൈവം സംസാരിച്ചത്, എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അത് നടക്കും, എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് സാറയ്ക്ക് ഒരു അവിശ്വാസം ഉണ്ടായിരുന്നു. सारा की मन में एक बात शैतान ने बीज बोया है, ये इब्राहिम परमेश्वर ने तुम्हारी ओर बताया है, मेरे जीवन में कोई बात अभी तक कहा नहीं, इसलिए तुम कारण है, मैं कारण नहीं है। അവരുടെ കുടുംബത്തിലും ചെറിയ പെറുപെറുപ്പുകളും ചില വിഷയങ്ങൾ അവിടെ നടക്കാനിടയായി. उनका परिवार के जीवन में भी कुछ शक डाला है, कुछ कड़वा की बीज बोया है। എന്നാൽ ഈ കുടുംബത്തെ കുറിച്ച് പറയുന്നത്, രണ്ടുപേരുടെ ജീവിതത്തിലും ഒരു കുറവോ കുറ്റമോ ഇല്ലായിരുന്നു. लेकिन नया नियम में पड़ा हुआ वो परिवार के जीवन में दोनों का और परिवार के जीवन में कोई कड़वाहट की कोई बीज वहां पर है ही नहीं है। കാരണം അവർ രണ്ടുപേരും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു, ആ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ മാത്രം അവർ ശ്രദ്ധിച്ചു മുന്നേറി.
कारण यही है, दोनों ने यहोवा परमेश्वर ने उनको ऊपर समर्पण किया हुआ वो सेवकाई, दोनों मिलजुल कर एक मन एक चित्त होकर सेवकाई करते आगे बढ़ते थे. അവർക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും ലഭിച്ചോ ലഭിച്ചില്ലയോ അതല്ല അവരുടെ വിഷയം. അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടുകൂടെ ചെയ്യുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. दुनिया से उनको कोई कुछ मिला है, कमाया है, जो कोई बात नहीं है. उनका ऊपर समर्पण किया हुआ सेवकाई काम उन्होंने संपूर्ण रीति पर किया, आगे बढ़ते थे. എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഈ ലക്ഷ്യം അതായിരിക്കണം. നമുക്കിവിടെ എന്തെങ്കിലും ലഭിച്ചോ ലഭിച്ചില്ലയോ അതല്ല വിഷയം. ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടുകൂടെ ചെയ്ത് പൂർത്തീകരിക്കുക. हम ये बात स्मरण रखे, मिला है नहीं मिला वो सवाल नहीं. वो प्रभु ने हमारे ऊपर अर्पण किया, समर्पण किया, जो कुछ बात हम पूर्ण रीति पर किया है नहीं है, ये बात सवाल है. അതെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എന്ത് ലഭിക്കും, നമുക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുന്നത്. आज के दिनों में हमारा पग आगे रखते हैं, हमको क्या मिलेगा, फायदा क्या होता है, बढ़ने की रास्ता क्या है, ये सोच समझते हैं. പലരും പറയാറുണ്ട്, 4 മണിക്ക് എഴുന്നേറ്റ് ഈ സൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് എന്താ ലഭിക്കുന്നത്. औरों ने ऐसे कहते हैं 4 बजे से उठकर ऐसे प्लेटफॉर्म में आकर प्रार्थना करते हैं, दुआ करते हैं, हमको लाभ क्या होता है. നമുക്ക് ആരെങ്കിലും പൈസ തരുന്നെങ്കിൽ നമുക്ക് ഇരിക്കാമായിരുന്നു. ആരും പൈസ തരുന്നില്ല, പിന്നെ ഇരുന്നിട്ട് എന്ത് പ്രയോജനം? ഇങ്ങനെ പലരും ചോദിക്കുന്നത്. कई लोग ऐसे मन में लगा है, औरों ने कुछ पैसा नहीं देते हैं और आर्थिक बात में कुछ मदद नहीं होता है, ऐसे बैठने में क्या फायदा लाभ होता है. പ്രിയമുള്ളവരെ, നമ്മൾ അതിരാവിലെ എഴുന്നേറ്റിരിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിലെ എന്തെങ്കിലും നേടുവാനുള്ളതല്ല, പിന്നെയോ നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരു മുന്നേറ്റത്തിന് വേണ്ടിയാ. प्यारो, ये बात मन में लगे, हम आर्थिक बात हमें मिले ना मिले, हमारा मसीह की ओर से जागृति में रहने के लिए प्रभु की आत्मा की अगुवाई हमें मिलना जरूरत है. നമുക്ക് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ദൈവിക കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. हम अच्छे मन से ये सेवकाई में आगे आएगा तो जरूर हमारा प्रार्थना, हमारा आवश्यकता, जिंदगी की बात प्रभु की ओर से पूरा कर दिया देंगे. കാരണം യേശുക്രിസ്തു പറഞ്ഞത് മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ലഭിക്കുമെന്നാണ്. मसीह ने ये चेतावनी दिया, पहले परमेश्वर की राज्य और महिमा को खो और तुम्हें सारे कुछ संसार में दिया देगा. ദാവീദും 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്നാണ്. 23वां भजन संहिता में भी दावीद राजा ने ये बात दी है, और भलाई और धार्मिकता सब कुछ हमारे पीछे आ जाता है. അതെ, അതിന്റെ പിന്നാലെ ഞാൻ പോകുമെന്നല്ല, അത് എന്റെ പിന്നാലെ വരുമെന്നാ ദാവീദും പറയുന്നത്. दावीद ने ये बात कहते हैं, मैं उसका पीछे नहीं जाऊं, वो हमारा पीछे आ जाएगा. നാം ദൈവത്തിന് വേണ്ടി നമ്മുടെ സമയങ്ങളും നമ്മുടെ ജീവിതവും അർപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് നൽകി തരും. अपना जिंदगी की सारे बात कार्य प्रभु के ऊपर डाले, जरूर प्रभु ने हमारा बात को पूरा कर देता है. അത് എപ്പോഴാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവം ഒരുക്കി വെച്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് ലഭിക്കും. कभी हमको मिलता है जो घड़ी के बारे में हमको बताया नहीं, लेकिन मसीह ने कहा हुआ निर्धारित समय पर सब कुछ हमारे लिए दिया देगा. ഈ കുടുംബത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നല്ല, ദൈവം മറുപടി കൊടുക്കാത്തതിന്റെ ചില കാരണങ്ങളുണ്ട്. ये परिवार, हम लूका की सुसमाचार पगले अध्याय 6वें पद में पढ़ा हुआ वो परिवार के बारे में,
एक स्पेशल रीति पर मसीह की परमेश्वर की ओर से उनका प्रार्थना को जवाब दिया देता है। അതുപോലെ നമ്മുടെയും ചില പ്രാർത്ഥനകളെ ദൈവം ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകുവാനാണ്. इसी प्रकार इसी रीति पर जो व्यक्ति का प्रार्थना कई वर्षों से जवाब नहीं मिलता है, प्रभु की ओर से एक महिमा की प्रतिफल देने के लिए प्रभु ढांप कर रखा। इसी नहीं हम भी प्रार्थना में लवलीन रहे, प्रभु परमेश्वर के निर्धारित समय पर जवाब दिया देगा। എന്റെ ജീവിതത്തിലും ചില പ്രാർത്ഥനകൾക്ക് ഉടനുടൻ ചില ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞല്ല മറുപടി ലഭിച്ചിട്ടുണ്ട്. परमेश्वर के दास की जिंदगी में भी घड़ी घड़ी प्रार्थना को जवाब नहीं मिलता है। जो हफ्ता हो और महीना हो, वर्ष हो, उसके बाद में प्रार्थना को जवाब मिलते रहते थे। ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് 25 വർഷം കഴിഞ്ഞ് മറുപടി ലഭിച്ച വിഷയങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. परमेश्वर के दास की जिंदगी में एक विषय की जागते हुए प्रार्थना किया और 25 साल बीत गई। 25 साल के बाद में उसको जवाब मिल गई है। കാരണം അത് ദൈവം ഒരുക്കി വെച്ച സമയം വരെയും നമ്മൾ കാത്തിരിക്കണമെന്നാണ്. कारण यूं है, मसीह ने हमारे लिए तैयार करके देने का दिन तक हम जागते हुए रहना हमारा फर्ज है। അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, മടുത്തു പോകാതെ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്തത്. इसी कारण में लूका के सुसमाचार 18वां अध्याय के प्रथम पद में ये वचन दिया, फिर उसने इसके विषय में कि नित्य प्रार्थना करना और हियाव ना छोड़ना चाहिए, उसके यह दृष्टांत कहा है। അവിടെ പറയുന്നത്, നിങ്ങൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. वहां पर पाया जाता है, लूका के सुसमाचार 18वां अध्याय पहले पद में बताया, नित्य प्रार्थना करना और हियाव ना छोड़ना। ഏത് സമയം വരെയാ പ്രാർത്ഥിക്കേണ്ടത്? മറുപടി ലഭിക്കുന്നത് വരെയും പ്രാർത്ഥിക്കണം. कब तक प्रार्थना कहा है? जब हमारा सवाल को, प्रार्थना को जवाब मिलता है, तब तक प्रार्थना निरंतर करते ही रहना। കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. कारण यही है, हमारा प्रार्थना को जरूर और मिल जाएंगे। മറ്റുള്ളവർ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്. औरों ने बताता है वो नहीं सुनना। മനുഷ്യരുടെ വാക്കുകൾ കേട്ടാൽ നമുക്ക് നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. मनुष्यों की शब्द सुनेगा तो हमारे जीवन में निराशा आता है। ഞാൻ ഈ ലൂക്കോസിന്റെ 1:6 പറഞ്ഞിരിക്കുന്ന കുടുംബത്തെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷം അനുഭവിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായി. कई समय परमेश्वर के दास के दिगास में लूका के सुसमाचार पहले अध्याय 6वें पद में बताया हुआ वो परिवार के बारे में इनका जीवन में भी अनुभव होता है। അവരുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ये परिवार का जीवन में कई प्रकार की रुकावट और शोक भोगना पड़ता है। കൂടെ നിന്ന പലരും അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. साथ रहते हुए कई लोग उनका ऊपर आरोपित दिया है। അവർ ശുശ്രൂഷ ചെയ്യുമ്പോഴും പലരും അവരെ കുറിച്ച് പെറുപെറുക്കാറുണ്ട്, അവരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാറുണ്ട്. जो व्यक्ति वहां पर सेवकाई करता है, जो सेवकाई के बारे में और दोष आरोपित करने वाले भी साथियों हैं। കാരണം അവർക്ക് പറയുവാനുള്ളത്, അവർ ശുശ്രൂഷ ചെയ്യുന്ന ഭയങ്കര വിശ്വാസിയാ, പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് നടന്നില്ല? औरों ने कहते हैं जकरिया और उनका पत्नी दोनों सेवकाई में अच्छे अच्छे काम किया करने वाले हैं लोगों के लिए, लेकिन उनका प्रार्थना को उनका घर में क्यों कुछ रूपांतर नहीं होता है? അതെ, നമ്മൾ കേട്ടിട്ടില്ലേ, ഭയങ്കര പ്രാർത്ഥനക്കാരാ, പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് ലഭിച്ചിട്ടില്ല.
उन्होंने ऐसे बताते हैं वो बहुत प्रार्थना करने वाले, धीरज रखने वाले हैं, उनका प्रार्थना में क्यों जवाब नहीं मिलता है? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നടക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഉപദേശിക്കുന്നു, സ്വന്തം ജീവിതത്തിൽ എന്തുകൊണ്ട് നേടിയില്ല എന്ന് ചോദിക്കുന്ന അനേക ചോദ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു. दूसरों को उद्धार देने के लिए, दूसरों को भलाई के लिए औरों के बारे में चिंता करते हैं, अपने आपकी प्रार्थना को जवाब क्यों नहीं होता है? പക്ഷെ അതിനൊന്നും മറുപടി പറയാനോ ചെവി കൊടുക്കാനോ അവർ നിന്നില്ല. वो कोई किसी ने उसको जवाब देने का और उसका बारे में सामना करने के लिए उन्होंने खड़ा नहीं होता है. അതുകൊണ്ടാണ് ഇവിടെ ദൈവവചനം പറയുന്നത്, ആമേ ദൈവസന്നിധിയിൽ അവർ നീതിയുള്ളവരായിരുന്നു. इसी कारण में यहाँ पर बाइबल में पाया जाता है दोनों, और यो सारे सब विधियों पर निर्दोष चलने वाले थे. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഒരിക്കലും നമ്മൾ നീതിയുള്ളവരെന്നോ കുറ്റമില്ലാത്തവരായി നടക്കുന്നുവെന്നോ ഒരു മനുഷ്യനും പറഞ്ഞെന്ന് വരത്തില്ല. शायद हो हमारे चारों तरफ लोग हैं, हम धार्मिक हैं, हम करते हैं, वो सही करते हैं, वो अच्छे भले लोग हैं, कोई किसी ने कहेगा ही नहीं. ആമേൻ. ആരും നമ്മോട് അങ്ങനെ ഒരു നല്ല വാക്ക് പറഞ്ഞില്ല എങ്കിലും ദൈവത്തിൽ നിന്ന് നമുക്കൊരു സാക്ഷ്യം ലഭിച്ചാൽ അത് മതി. कोई किसी ने हमारे बारे में कोई गवाही नहीं देगा तो भी हमारा मसीह की ओर से अच्छा गवाह बनेगा तो वो भला है. കാരണം നമുക്ക് ഈ ലോകത്തിലുള്ള വ്യക്തികളുടെ സാക്ഷ്യമല്ല ആവശ്യം, ദൈവത്തിൽ നിന്നൊരു സാക്ഷ്യം. കാരണം നമ്മൾ ദൈവമക്കളാണ്. हम हमारा चारों तरफ लोग हैं, उनकी ओर से गवाह नहीं सुनेगा तो हम मसीह की ओर से गवाह बन जाएगा तो वो भला है, निरंतर बने रहेंगे. കാരണം വചനം പറയുന്നത് ദൈവം ഒരു വ്യക്തിയെ നീതിമാനാക്കിയാൽ ഈ ലോകത്തിലെ ആർക്കും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. वो धर्मशास्त्र में यही सिखाते हैं, मसीह हमें धार्मिक ठहरेगा तो और दूसरा अन्य लोगों को अपराधी बनाने के लिए कोई रास्ता नहीं होता है. ആമേ, ഞാൻ ഈ കുടുംബത്തെ കുറിച്ച് പഠിച്ചപ്പോൾ വേറെ ചില കുടുംബങ്ങൾ കൂടെ എന്റെ മുൻപേ വന്നു. ये जकरिया की परिवार के जीवन को देखा पढ़ा उसी समय, और किसी खानदानों के बारे में भी मेरा मन में आया है. ആമേ, പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വന്ന ഒരു കുടുംബമാണ് നോഹയുടെ കുടുംബം. जल्दी से आगे आया हुआ नूह और उनके परिवार के बारे में ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. उत्पत्ति नबी की पुस्तक में हम पाया जाता है. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പോകുമ്പോൾ അവിടെ ആ കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്. उत्पत्ति नबी की पुस्तक 7वां अध्याय प्रथम पहले पद में उसके बारे में पाया जाता है. അവിടെ പറയുന്നത്, ആമേൻ, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. वहां पर क्योंकि मैंने इस समय के लोगों में से केवल तुझी को अपनी दृष्टि में धर्मी पाया है. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ലോകത്തിലെ അനേകായിരം മനുഷ്യൻ ഉള്ള സമയത്താണ് ദൈവം പറയുന്നത്. हम ध्यान दे, हजारों लोगों का बीच में यहोवा परमेश्वर ने नूह की ओर अच्छा गवाही देता है. സർവഭൂമിയിലും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഒരു കുടുംബത്തെ കുറിച്ച് മാത്രം ദൈവം ഒരു സാക്ഷ്യം പറയുന്നു. सारे पृथ्वी में सारे लोग जिंदा है, जीवित है, लेकिन यहोवा परमेश्वर ने नूह और परिवार के बारे में अच्छा गवाही देता है. നമ്മുടെ തലമുറയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്തിൽ നമ്മെ കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം ദൈവം പറയുമോ? हमारा पारिवारिक खानदानों के बीच में और कुटुंब में और आजू बाजू में, हमारा संगति में कोई किसी जगह पर हो, हमारा बारे में ऐसा एक अच्छा गवाही कोई किसी ने कहेगा है नहीं. ആമേൻ. ദൈവം പറയുന്നു, ഈ തലമുറയിൽ ഞാൻ നിന്നെ മാത്രം, നിന്റെ കുടുംബത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ. यहोवा परमेश्वर ने यही चेतावनी देता है, इस समय के लोगों में से केवल तुझी को अपनी दृष्टि में धर्मी पाया है.
എന്തുകൊണ്ടാ ഈ നോഹയെ മാത്രം ദൈവം തെരഞ്ഞെടുക്കാനുള്ള കാരണം? ये नोहा को चुन लेने के लिए कारण क्या है? അതിന്റെ 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അവിടെ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നു. 6वें अध्याय के 9वां पद में एक पद यहाँ पर पाया जाता है. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. 9वां पद में ये पाया जाता है नूह की वंशावली यही है. नूह धर्मी पुरुष और अपने समय के लोगों में खरा था और नूह परमेश्वर ही साथ साथ चलता रहा. അതെങ്ങനെ സംഭവിച്ചത്? संभव क्या है? അവൻ കുടുംബമായി ജീവിക്കുന്നു, അവന് മക്കളുണ്ട്, മരുമക്കളുണ്ട്, കുടുംബമായി ജീവിക്കുന്ന വ്യക്തിയാണ്. दो परिवार के जीवन बिताने वाले हैं. नूह की बच्चों है और उनका बहुओं भी है. നമുക്കറിയാം അവന് 3 പുത്രന്മാരുണ്ട്, അവർക്കും പ്രൈസലോട് ഭാര്യമാരുണ്ട്. नूह का 3 पुत्रों है, उनको पति पत्नी भी है. അപ്പൊ ഈ 8 പേരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി നടന്നു എന്ന് പറയുമ്പോൾ 8 जन यहोवा परमेश्वर के साथ और इतने गवाही के साथ साथ चलने वाले थे. ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബത്തെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. हमारे परिवार के बारे में चिंता करना उचित है. കാരണം നോഹ ആ മക്കളെ എങ്ങനെയാണ് വളർത്തിയെന്ന് നമ്മൾ പഠിക്കണം. नूह ने उनका बच्चों को कैसा पालन पोषण की है. നാട്ടുകാരൊക്കെ പറയും, അങ്ങോട്ട് നോക്കിയേ, ആ കുടുംബം അപ്പൻ മക്കളെ അടക്കി ഭരിക്കുക. और उन्हें जो बात कहते हैं वो पिताजी उनका परिवार को सुख सुखी संभालते हैं. പ്രൈസലോ മറ്റു പൈതങ്ങളുമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഒന്ന് ഇടപഴകുവാനോ മറ്റുള്ളവരെ പോലെ ജീവിക്കാനോ അനുവദിക്കുന്നില്ല എന്ന് ചിലപ്പോൾ കംപ്ലൈന്റ് പറയും. और अन्य जातियों की पीढ़ियों का साथ. और नूहा अपने बच्चों को खेल कूदने के लिए भेजता नहीं, वो एक अलग परिवार है. അവർക്ക് മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ മക്കളെ അടച്ചിട്ട് മക്കളെ കൺട്രോൾ ചെയ്യുന്ന കുടുംബം എന്ന് ചിലപ്പോ പറഞ്ഞിരിക്കാം. शायद औरों ने कहता होगा तो अन्य लोगों का साथ खेल कूदने के लिए उनका बच्चों को नहीं भेजते हैं. उनका परिवार का सुखी बनने के लिए अपने घर के अंदर बांध कर रखे हुए परिवार है. ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത മാതാപിതാക്കൾ ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നതെന്ന് പലരും ചോദിച്ചിരിക്കാം. ये आजादी नहीं देता है. ऐसा ही परिवार के जीवन सुखी करते हैं है नहीं, ये पूछताछ वहां पर है. പക്ഷെ ഈ മക്കൾ ഒരിക്കലും അങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. ये 3 बालकों और उनका बहुओं कभी भी ये मुस्कुराता नहीं था. നോക്കി ആ കുടുംബത്തിൽ അവർ 3 മക്കളും കുടുംബം അപ്പനും അങ്ങനെ 4 കുടുംബങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും അവർക്ക് യാതൊരു വിധമാകുന്ന കുറ്റങ്ങളും ഇല്ല. 3 पुत्र परिवार और नूह परिवार 4 परिवार एक ही समानता में जाते हैं और तुच्छ कोई किसी ने कुछ आरोपित नहीं कर देते हैं. അവർ അവിടെ സന്തോഷത്തോടും സുഖത്തോടുമായി ജീവിക്കുന്നത്. और आनंद खुशी बनाकर रहते हैं. അപ്പനെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ पिता की आज्ञा मानते हुए जीते हुए परिवार. മരുമക്കൾ പോലും അമ്മാവി അപ്പനും അമ്മാവി അമ്മയും അവരുടെ ഭർത്താക്കളും പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം. बहू भी और माता पिता की आज्ञा मानकर जाने वाले परिवार. ഇന്ന് നമുക്ക് അതുപോലെ കാണുവാൻ കഴിയുന്നുണ്ടോ? आजकल दिनों में ऐसी हाल देखता है नहीं. ആ കുടുംബത്തെ നോക്കി ദൈവം പറയുക, ഈ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനും. वो परिवार को देखते हुए यहोवा परमेश्वर ने यही कहते हैं, ये लोगों की दृष्टि में धर्मी पाया जाते हुए परिवार. ദൈവം അവരെ നീതിമാന്മാരും നിഷ്കളങ്കരും എന്ന് പറയുമ്പോൾ यहोवा परमेश्वर ने वो परिवार को और निर्दोषी और धर्मी
ये बात दिया गया तो ആമേൻ ലോകം അവരെ പല കുറ്റങ്ങളും പറഞ്ഞിരിക്കാം. सांसारिक लोग अन्य लोगों का ऊपर कुछ आरोपित और दोष ठहराया होगा. മക്കളോട് പലപ്പോഴും ചുറ്റുപാടുമുള്ളവർ പറഞ്ഞിരിക്കാം. बच्चा के साथ आरोपित और दूसरे लोग किया होगा. എന്നാൽ ആ പൈതങ്ങൾക്ക് പറയുവാൻ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അപ്പൻ ഞങ്ങളെ വളർത്തിയിരിക്കുന്ന ആ പാതയിൽ തന്നെ ഞങ്ങൾ നടക്കും. तीनों बच्चे और उनका पत्नियों को ये बात कहने का है, हमारा पिताजी जो शिक्षण दिया, दंड दिया, उसके आधार पर हम जीने वाले हैं. ഞങ്ങൾക്ക് മറ്റുള്ളവരെ നോക്കി നടക്കേണ്ട, ഞങ്ങൾക്ക് നടക്കുവാൻ ഒരു പാതയുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഒരു നിയമമുണ്ട്, അതിൻ പ്രകാരം മാത്രമേ ഞങ്ങൾ ജീവിക്കത്തുള്ളൂ. हम दूसरों को देखते हुए नहीं चलते हैं, चलेगा. और हमें एक धार्मिक बनाया, धार्मिकता में हम जाएंगे, ये बात उन्होंने कहने के लिए है. അതുകൊണ്ട് ദൈവം പറയുന്നത് ആ തലമുറയിൽ അതുപോലൊരു കുടുംബത്തെ ദൈവത്തിന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. इसी कारण में बाइबल में ये वचन दिया है, और ऐसे प्रकार की एक परिवार को वो पीढ़ियों में देखने के लिए भी है नहीं है. എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മെ കുറിച്ച് ദൈവം അങ്ങനെ ഒരു സാക്ഷ്യം പറയുന്ന അവസ്ഥയിലേക്ക് വരട്ടെ. हमारे प्यारों मित्रों, भाई बहनों, हम ये नूह के परिवार को, उनका धार्मिकता को देखते हुए मैं कहता हूं, हमारा जिंदगी में भी ये हाल होना आवश्यकता है. ലോകം നമ്മെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ദൈവത്തിന് ഒരു സാക്ഷ്യം നമുക്ക് ലഭിക്കണം. दुनिया कुछ भी कहे, कुछ भी बात होवे, यहोवा ने हमारे लिए क्या कहा है वो देखेंगे. കാരണം യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുക. मसीह ने ये बात कही, तुम्हें हर संसार लोगों के बीच में से चुना हुआ है. അപ്പോൾ നമ്മൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നമ്മളെ കുറ്റപ്പെടുത്തും. हम सांसारिक लोगों के बीच में हम नहीं जाते हैं, हम प्रभु ने चुना हुआ एक प्रत्येक लोग है, ये बात दी है. അതുകൊണ്ട് ലോകം നമ്മുടെ മേൽ എല്ലാ കുറ്റവും ആരോപിക്കും. इसी कारण में सांसारिक लोग शरीर की अभिलाषाओं में जाने वाले धार्मिक लोगों को ऊपर कुछ आरोपित भी करते हैं. അതുകൊണ്ട് നമ്മൾ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയോ അവരെ പോലെ ആകുവാനല്ല ശ്രമിക്കേണ്ടത്. इसी कारण में अन्य लोग ने कहते हैं, उनकी बात मानने के लिए, उनकी बात के पीछे जाने के लिए हम अनुमति देना नहीं. നമുക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ആ വഴിയിൽ കൂടെ, ആ പാതയിൽ കൂടെ നടക്കാം. हम चाहे, मसीह हमारे लिए एक रास्ता खोलकर रख दिया है, वो रास्ता में हम जाए. കാരണം പ്രൈസ്തലോട് കഴിഞ്ഞ നാളുകളിൽ നമ്മെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ആ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. हम ध्यान दे, बीते दिनों में मसीह ने हमें चलाया, वो रास्ता में हम जाने के लिए इरादा रखे. ലോകത്തിലെ എല്ലാ മനുഷ്യരും അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ഇതാ ഒരു കുടുംബം മാത്രം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു. और संसार में संसारिक लोग ने अपने अपने जिंदगी को ढूंढकर अपने रास्ता में जाते हैं. उसका बीच में एक परिवार यहोवा परमेश्वर की आज्ञा मानकर जाने वाले के पीछे हम हो लिया जाए. അവരെന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തതാണ് വന്നത്. जितने और प्रश्नों में गुजर जाते हुए उन्होंने ईश्वरी का अनुग्रह प्राप्त करने वाले हैं. ഇന്ന് പകൽക്കാലം നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आज आइए, आग बुझाए, थोड़ा सा निमिष हम प्रार्थना करें. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. अपने आप का प्रभु के हाथों में समर्पण कर देते हुए प्रार्थना करें. ഇന്ന് പകൽക്കാലം രണ്ട് കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. आज सुबह के वक्त दो पारिवारिक जीवन के बारे में हम मनन किया है. അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒത്തിരി വന്നുവെങ്കിലും അവർ ദൈവത്തിൽ നിന്ന് നല്ല സാക്ഷ്യം പ്രാപിച്ചു.
वो दोनों परिवार और मसीह से गवाही बन गई, कारण मसीह का आज्ञा, ईश्वर की आज्ञा माना है, सांसारिक लोगों की आज्ञा त्याग किया है। ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതുപോലെ ഒരു കുടുംബമാക്കി തീർക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. आज अपने आप को मसीह के हाथों में समर्पण कर दे और उनके परिवार की जीवन की नाई हमारा जिंदगी परिवार जीवन सुख सुखी रहने के लिए। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. हे स्वर्गीय पिता, अच्छे फल समय के लिए मैं धन्यवाद देता हूं। ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. आज सुबह के वक्त में सुनाया हुआ वचन के लिए धन्यवाद। ആമേൻ. ആ കുടുംബങ്ങളെ പോലെ ഞങ്ങളെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. जो दो व्यक्ति की परिवार की जीवन की नाई हमारा परिवार की जीवन में सुख सुखी रहने के लिए अपने आप को समर्पण कर देते हुए प्रार्थना करता है। ഈ ലോകത്തിലെ മനുഷ്യരുടെ സാക്ഷ്യമല്ല, ദൈവത്തിൽ നിന്നൊരു സാക്ഷ്യം പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. सांसारिक लोगों की ओर से गवाह बनने के लिए नहीं, स्वर्गीय ईश्वरीय सामर्थ्य से गवाह होने के लिए शक्ति सामर्थ्य है। എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. सबों को प्रभु के हाथ में समर्पण कर देते हुए प्रार्थना करते हैं। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. पिता और पुत्र और पवित्र आत्मा के नाम में अनुग्रह करते हुए प्रार्थना करते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुना इसलिए धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह की अधिकार के नाम में आमीन। ആമേൻ.